കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനും മറ്റു 2 പേർക്കും വേണ്ടിയുള്ള തെരച്ചിൽ നടത്താനുള്ള ഡ്രഡ്ജർ കാർവാർ തുറമുഖത്തെത്തിക്കാൻ വൈകുമെന്ന് റിപ്പോർട്ട്. കടലിൽ കാറ്റ് ശക്തമായതിനാൽ പതുക്കെ മാത്രമേ ടഗ് ബോട്ടിന് സഞ്ചരിക്കാൻ കഴിയുന്നുള്ളൂവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ന് ഉച്ചയോടെയോ വൈകിട്ടോടെയോ മാത്രമേ ബോട്ട് കാർവാർ തീരത്ത് എത്തിക്കാൻ കഴിയൂ എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അതേസമയം ഇന്ന് കാർവാർ കളക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിൽ എപ്പോൾ ടഗ് ബോട്ട് ഷിരൂരിലേക്ക് കൊണ്ടുപോകുമെന്നതിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഡ്രഡ്ജർ വഹിച്ചുള്ള ടഗ് ബോട്ട് പുറപ്പെട്ടത് ഗോവയിൽ നിന്നാണ്. ഇന്നലെ പുലർച്ചെ 5-നാണ് ഡ്രഡ്ജറുള്ള ടഗ് ബോട്ട് കാർവാറിലേക്ക് പുറപ്പെട്ടത്. അതേസമയം ഡ്രഡ്ജർ എത്തിച്ച് പുഴയിലെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടായിരിക്കും തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുക. ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ, SPM നാരായണ, സ്ഥലം MLA സതീഷ് സെയിൽ, ഡ്രഡ്ജർ കമ്പനി അധികൃതർ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ തെരച്ചിൽ എപ്പോൾ തുടങ്ങുമെന്ന് തീരുമാനിക്കും. അതേസമയം യോഗത്തിൽ നാവികസേനയുടെയും ഈശ്വരമൽപ്പെ അടക്കമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സഹായം തേടുന്നതിൽ തീരുമാനമുണ്ടാകും. ഷിരൂരിലെ മണ്ണിടിച്ചിൽ നടന്ന 4-വരി പാതയിൽ ഒരു ഭാഗത്തെ ഗതാഗതം മാത്രമേ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടുള്ളൂ. അതേസമയം റോഡിലേക്ക് വീണ മണ്ണ് നീക്കുന്നത് അടക്കമുള്ളത് ഇനിയും ചെയ്യാനുണ്ട്. പലയിടത്തും ഇപ്പോഴും വെള്ളം കുത്തിയൊലിച്ചു വരുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അതേസമയം ഗംഗാവലി പുഴയിലെ ഒഴുക്ക് പ്രത്യക്ഷത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ടഗ് ബോട്ടിന് കേടുപാട് വരാതെ ഡ്രഡ്ജർ മെഷീൻ കൊണ്ടുവരാനാണ് ശ്രമം. അതിനായുള്ള ഹൈഡ്രോഗ്രാഫിക് സർവേ തയ്യാറാക്കിയിട്ടുണ്ട്. ടഗ് ബോട്ടിനെ ഗംഗാവലിയുടെ 2 പാലങ്ങളും കടത്തിവിടുക വേലിയിറക്ക സമയത്താകും. വേലിയേറ്റ സമയത്ത് തിരയുടെ ഉയരവും ജലനിരപ്പും വളരെ കൂടുതലാകും. ക്രെയിൻ അടക്കമുള്ള ഡ്രഡ്ജർ പാലത്തിന് അടിയിലൂടെ കയറ്റാൻ ആ സമയത്ത് ബുദ്ധിമുട്ടാണ്. അതിനാലാണ് വേലിയിറക്ക സമയത്തെ ആശ്രയിക്കുന്നത്.